എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ചോറൊക്കെ ബാക്കിയായാൽ ഇനി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. വെറും 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, വളരെ പെട്ടെന്നാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഒരു അവൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇഡ്ഡലിയും അതുപോലെ തന്നെ ചോറ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ദോശയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടയുടെ ചോറാണ്, പാലക്കാടൻ മട്ട. അപ്പം ആദ്യം തന്നെ ഈ ഒരു ചോറ് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മട്ട അരിയോ അല്ലെങ്കിൽ ബസ്മതി അരിയോ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ബസ്മതി അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല തൂവെള്ള കളറിലുള്ള ഇഡ്ഡലി കിട്ടും. മട്ടേരി എടുത്താലും നല്ല അത്യാവശ്യം വൈറ്റ് നിറത്തിലുള്ള ഇഡ്ഡലി തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ചിലപ്പോൾ ചോറൊക്കെ രാവിലെ ബാക്കി വരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇഡ്ഡലി തയ്യാറാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, മക്കൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് ചോറിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ എന്ന് പറയുന്നത് പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ്. വറുക്കാത്ത റവയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇഡ്ഡലിക്കൊരു പുളിരസം വരാനും അതുപോലെ തന്നെ ഇഡ്ഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലിക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ റവ ഒന്നുകൂടി ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിലാണുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം ഈ ഒരു മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞ് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റായിട്ടുള്ള അടപ്പിൽ അടച്ചു വെക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയുടെ റവ നന്നായിട്ട് കുതിർന്നൊക്കെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇഡ്ഡലി ആക്കിയെടുക്കുന്നത് നോക്കാം. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഈനോ സോൾട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സോൾട്ട് ഇതിലെന്തായാലും ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി വരത്തുള്ളൂ. അപ്പോൾ ഈ തൈരും ബേക്കിംഗ് സോഡയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലഫിനെസ് ഈ ഒരു ഇഡ്ഡലിക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുടുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കേണ്ടത്, അതിന് മുൻപ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇനി നമ്മളൊരു ഗ്രീസ് ചെയ്ത ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ഇഡ്ഡലിയാക്കി എടുക്കാം. ഈ ഒരു അളവിൽ ഞാനിവിടെ 10 ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി കുട്ടകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു തട്ട് അതിലേക്ക് വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി വേവിച്ചെടുക്കേണ്ടത്. ഞാൻ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതെങ്ങനെയാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയിൽ ചോറ് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ അരിയും ഉഴുന്നും ചേർത്ത് ഉണ്ടാക്കുന്ന അതേ ഇഡ്ഡലിയുടെ ടേസ്റ്റും കിട്ടും നമ്മൾ ചോറ് ചേർക്കുമ്പോൾ. റവ മാത്രം ചേർക്കുകയാണെങ്കിൽ ആ ഒരു റവയുടെ ടേസ്റ്റും ഒക്കെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇങ്ങനെ ചോറും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒറിജിനൽ ഇഡ്ഡലിയുടെ അതേ ടേസ്റ്റാണ്.
അതുപോലെ തന്നെ നമുക്ക് വെള്ള അവൽ വെച്ചിട്ടും ചെയ്യാം. ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതാരും പറയില്ല ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയ ഇഡ്ഡലിയാണെന്ന്. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ഇഡ്ഡലി കാണിക്കാം നിങ്ങൾക്ക്. നല്ല സോഫ്റ്റാണ്, അതുപോലെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിയുടെ കൂടെ നമ്മൾ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം അരിയും ഉഴുന്നും ഇടാൻ മറന്നു പോയെങ്കിലോ രാവിലെ പെട്ടെന്ന് കുറച്ച് ചോറ് ബാക്കി വരുവാണെങ്കിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്